ഇന്ന് ഞാനിവിടെ കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു മസാല ചോറാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. വളരെ സിമ്പിളായിട്ടാണ് ഞാനിതിവിടെ ഉണ്ടാക്കുന്നത്. അധികം എരിവില്ലാതെ അധികം മസാലയൊന്നും ചേർക്കാതെ തന്നെയാണ് ഞാനിതിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഇതിൽ കുറേ ചേരുവകൾ ചേരുന്നുണ്ട്. ക്യാരറ്റ്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനതിനായിട്ട് അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്ന സമയത്ത് ഞാൻ ഓരോന്ന് പറയാം. ആദ്യം ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി ചെറുതായി അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നല്ലോണം ഇളക്കാം. ഇനി തുടർച്ചയായിട്ട് തന്നെ ഓരോ ചേരുവകളും നമുക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ഷേപ്പിലും അരിയുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തത്. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇതിനി കോളിഫ്ലവറാണ് ചേർത്തത്. തണുപ്പ് സമയത്ത് വളരെയധികമായി കിട്ടുന്ന ഒന്നാണ് കോളിഫ്ലവർ. അത് കിട്ടുമെങ്കിൽ അത് ചേർക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ഞാൻ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ബീൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞാണ് ചേർത്തത്. ക്യാരറ്റ് ഞങ്ങൾക്കിവിടെ ഈ റെഡ് കളറിൻ്റെ ക്യാരറ്റാണ് കിട്ടുന്നത്. മറ്റേ സൗത്ത് ഇന്ത്യൻ ക്യാരറ്റ് അത് വല്ലപ്പോഴും മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി ഞാനിവിടെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേരുവകൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ഉള്ളിയുടെ ഇല ചേർക്കാം, അല്ലെങ്കിൽ സിംല മിർച്ചി ചേർക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് പിന്നെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. കറുവപ്പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇഷ്ടമല്ലാത്തവർ അത് ചേർക്കണ്ട. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതെൻ്റെ പക്കലില്ലാഞ്ഞുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് നല്ലവണ്ണം അടച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കണം. വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം. അതുപോലെ ഇതൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ചോറ് സൈഡിലേക്ക് വേവിച്ചെടുത്ത് മാറ്റി വെക്കണം. ഞാനിവിടെ ചെറിയ അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ജീരകത്തിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ ഈ ചോറിന്. അതുപോലെ ചെറിയ അരിയുടെയാണ്. അതേത് ചോറ് വേണമെങ്കിലും ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബിരിയാണി റൈസ് ആണെങ്കിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് റൈസ് ആണെങ്കിലും വേണമെങ്കിലും അത് ഉപയോഗിക്കാം. ഞാനിവിടെ ചെറിയ അരിയുടെ ചോറാണ് ചേർത്തത്. ഇതുപോലെ ഇനി ഇതൊന്നെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. മസാല ചോറിനകത്തെല്ലാം പിടിക്കുന്നത് വരെ തുടർച്ചയായിട്ട് തീ കൂട്ടി വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. അന്നേരം കുറച്ചുകൂടി അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇതുപോലെ നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം
ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാനിവിടെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ചേർത്ത് ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ടിഫിനകത്ത് കൊടുത്തു വിടാം, അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷിക്കുവാനായിട്ട്. ഇതിൻ്റെ കൂടെ തൈര് അല്ലെങ്കിൽ അച്ചാറോ അങ്ങനെയുള്ള എന്ത് സാധനം ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ അല്പം ഇടയ്ക്ക് നിർത്തിയാണ് സംസാരിക്കുന്നത്, കാരണം എനിക്ക് പെട്ടെന്ന് വാക്കുകൾ കിട്ടത്തില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. പ്രായമുള്ളവർക്കും കഴിക്കാം ചൂടോടുകൂടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. പിന്നെ മസാല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലും കളർ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഉപയോഗിക്കാം.